കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയ ഗവർണർക്കെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന രാഷ്ട്രീയ തീരുമാനത്തിലാണ് CPM. ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എന്റെ കാറിന് അടിച്ചിരിക്കുന്നു. കളവാണ് പറയുന്നത്. സംഭവം ഇല്ലാതൊന്നിനല്ലേ കളവെന്ന് പറയുന്നത്. ആ കളവാണ് ഗവർണർ പറയുന്നത്. കേരള ഗവർണർ ഒരു അവമാനമാണ് കേരളത്തിന്. ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല. അടുക്കരുത്, ഞാൻ പാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. ഇപ്പോൾ ഈ തുടരുന്ന പ്രതിഷേധങ്ങളുടെ രൂപത്തിലോ ഭാവത്തിലോ ഒരു മാറ്റം വരുത്താൻ SFI തയ്യാറുണ്ട്. ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. തലപ്പന്തുകളിലും സീറ്റുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. SFI സമരം ചെയ്യുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ച് സംസ്ഥാന ഘടകം കൂടിയാലോചിച്ചിട്ടാണ് ഓരോ സമരങ്ങളും ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കരിങ്കൊടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രതിഷേധ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ CPM മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അണിനിരന്നൊരു സമരമുണ്ടായിരുന്നു. തടയും, കരിങ്കൊടി കാണിക്കും. അന്ന് ഗവർണർ കടന്നു പോകുന്നത് പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി കാണിച്ചാണ്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? അതേ കരിങ്കൊടി, അതേ മുദ്രാവാക്യം എന്തിനായിരുന്നു പിന്നെ ഈ നിലമേൽ നാടകം? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം. അങ്ങനെയൊക്കെ വഴിയില്ല. ആരും വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അപ്പോ പോയ മാനം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. വളരെ സങ്കുചിതമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു രാഷ്ട്രീയമാണ് എന്ന് SFIക്ക് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിലെങ്കിലും? അടുത്ത ദിവസം SFIയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് വ്യത്യസ്തങ്ങളായ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും. പാലക്കാട് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന അദ്ദേഹം പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകൾ കുരങ്ങന്മാരാണെന്ന്. ഒരു മാന്യതയും ഇല്ലാതെ, ഒരു നിലവാരവും ഇല്ലാതെ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ ഓട്ടടാ സാരമില്ല. ഇതിനു മുമ്പ് ക്രിമിനലുകൾ, ഇന്ന് ഗുണ്ടകളെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പോലീസിനെ ഭീഷണിപ്പെടുത്താണ്. ഇന്നിപ്പോ സമരവുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി റോഡരികിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ സമാധാനപരമായി ഒരു മാറ്റവും ഇല്ല.